ഷഫാഅത്ത് കൊണ്ട് അവിടുത്തെ ഉമ്മത്തീങ്ങളെയും അവിടുത്തെ സ്നേഹിച്ച ആളുകളെയും രക്ഷപ്പെടുത്തുന്ന അഞ്ചാമത്തെ ഇനമാണ്. ഒരുപാട് അടിയാറുകൾ അവർ ചെയ്ത പാവങ്ങളെ കൊണ്ടും അവർ ചെയ്ത കുറ്റങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ വിധി പോലെ ഒരുപാട് ആളുകൾ നരകത്തിലെത്തും. ആ നരകത്തിലെത്തിപ്പെട്ട അവിടുത്തെ ഉമ്മത്തീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് അതോടൊപ്പം പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങളും നോമ്പും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൈവെടിഞ്ഞ ആളുകൾ അവരിൽ പലരും നരകത്തിലെത്തിപ്പെടും. ആ നരകത്തിലെത്തിപ്പെട്ട ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ശഫാഅത്ത് ചെയ്യുന്നു. നരകത്തിലെത്തിയ ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി. അതിലും ഇടപെടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ശഫാഅത്തിന്റെ അഞ്ചാമത്തെ ഇനം. എല്ലാ ശഫാഅത്തും നമുക്ക് ഈ ഭാഗത്തിൽ പെട്ട പോലെ. നരകം എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. നരകം എന്ന് പറഞ്ഞാൽ അത് അദാബിന്റെ രോഗമാണ്. നരകം അത് അഗ്നിയുടെ രോഗമാണ്. നരകം തമ്മാടികളുടെ രോഗമാണ്. നരകം ഒരുപാട് വിഷജന്തുക്കൾ നിറഞ്ഞ രോഗമാണ്. സുബ്ഹാനല്ലാഹ്. നരകം വിളച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു സ്വർഗം പഠിച്ച് സ്വർഗം നോക്കി വന്നു. അതുപോലെ നരകം പഠിച്ചു. അള്ളാഹു പറഞ്ഞു ജിബ്രീലിനോട്, ജിബ്രീലെ ഒന്ന് നരകം വിസിറ്റ് ചെയ്ത് വരണം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നരകം കാണാൻ വേണ്ടി പോയി. സുബ്ഹാന ജല്ല ജലാലുഹു. അവിടുത്തെ ഭയാനകമായ അവസ്ഥകൾ, അവിടുത്തെ അദാബിന്റെ ഒരുപാട് ഇനങ്ങൾ കണ്ട് തിരിച്ച് വളരെ ബേജാറോടെ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ അള്ളാഹു ചോദിച്ചു, കണ്ടോ ജിബ്രീലെ, നരകം കണ്ടോ ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വളരെ ഖേദത്തോട് പറഞ്ഞു, പഠിച്ചോനെ എന്തൊരു രോഗമാണ്, എന്തൊരു രോഗമാണ്, എന്തൊക്കെ അദാബുകളാണ് നീ പഠിച്ചത്. ഇതിനെക്കുറിച്ച് എന്റെ അടിയാറുകൾ അറിഞ്ഞാൽ പഠിച്ചോനെ ഇതിലെത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ ചുക്കാൻ പിടിക്കുമോ, ഇതിലെത്തിപ്പെടാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുമോ പഠിച്ചോനെ? ഇല്ല പഠിച്ചോനെ, വല്ലാത്ത രോഗമാണ്. ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെ എത്തിപ്പെടാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബേജാറാണ്. അവിടെ എത്താതെ തന്നെ സ്വർഗത്തിലെത്തണം. നമുക്കൊക്കെയും പെടേണ്ടത് രണ്ടാമത്തെ വിഭാഗത്തിലാണ്. ഹിസാബില്ലാതെ തന്നെ സ്വർഗത്തിലെത്തിപ്പെടുന്ന വിഭാഗം. അള്ളാഹു ആ വിഭാഗത്തിൽ നമുക്ക് പടച്ചുറപ്പപ്പെടുത്തട്ടെ. ഹിസാബിൽ എത്തിയാലും പ്രശ്നമാണ്, ഹിസാബിൽ എത്തിപ്പെട്ടാലും പ്രശ്നമാണ്. അതില്ലാതെ സ്വർഗത്തിൽ എത്താൻ കഴിഞ്ഞാൽ കഴിയും. എന്തുകൊണ്ട്? നബിതങ്ങളുടെ വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കലോട് കഴിയുന്നതാണ്. എത്രത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം അതിന്റെ വഴികൾ നമുക്ക് എളുപ്പമാവുന്നതാണ്. അപ്പോ നരകത്തിൽ എത്തിപ്പെട്ട ആളുകൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനം മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇറങ്ങി വന്നിട്ട് ഖുർആനിന്റെ ഒരു ആയത്ത് ഓതി കൊടുത്തു. ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ഹബീബായ തങ്ങളുടെ മുന്നിൽ പടച്ചറപ്പ് നീട്ടിക്കൊടുത്ത വലിയൊരു ഓഫറാണ്. നിങ്ങൾ സ്വന്തമായി എനിക്ക് മതി എന്ന് എത്രത്തോളം പറയുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചു കഴിഞ്ഞ നബിയെ എന്ന ഒരു വലിയ ഓഫർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു തആല ഹബീബായ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. ഈ ആയത്തൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിയപ്പോ ഹബീബായ തങ്ങൾ സന്തോഷിച്ചതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞതായിരുന്നു. സ്വഹാബത്ത് പറഞ്ഞു, റസൂലുള്ളാഹി വളരെ ശക്തമായ രൂപത്തിൽ ഹബീബായ തങ്ങൾ കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. സന്തോഷിക്കേണ്ട ആയത്താണ്. ഈ ആയത്ത് മുഴുവനും ഹബീബായ തങ്ങളുടെ മൗലിദാണ്. എന്ന സൂറത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഹബീബായ തങ്ങളുടെ മദ്ഹാണ്, കനാനാണ്, അവിടുത്തെ പുകഴ്ത്തലാണ്, അവിടുത്തെ വാർത്തകൾ പറയലാണ്. അതിൽപ്പെട്ട ഒരായത്താണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരും. എന്നാലോ എത്രത്തോളം നിങ്ങൾക്ക് മതിയാവുന്നത് വരെ തരുന്നതാണ്. നിങ്ങൾ മതിയെന്ന് പറയണം. എനിക്ക് മതി എന്ന് നിങ്ങൾ പറയുന്നത് വരെ റബ്ബ് തരാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഹബീബായ തങ്ങൾ കരഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാ കരയുന്നത്? സന്തോഷിക്കേണ്ട ആയത്തല്ലേ നബിയെ, നിങ്ങൾക്ക് വലിയ ഓഫറല്ലേ അല്ലാഹു നീട്ടി തന്നത്. അപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്. ഹബീബായ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ മതി എന്ന് പറയൂല, എനിക്ക് പൊരുത്തമുണ്ടാവൂല, എനിക്ക് തൃപ്തി ഉണ്ടാവൂല.
എന്റെ സമുദായത്തിൽപ്പെട്ട അവസാനത്തെ ഒരു മെമ്പർ, അവസാനത്തെ ഒരു ആള് ആ നരകത്തിൽ നിന്നിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ മതിയെന്ന് പറയൂല. എന്റെ ഉമ്മത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ച ഉമ്മത്ത്, അവരുടെ ജീവിതത്തിൽ കുറ്റങ്ങളുണ്ടാവും. അവർ ചിലപ്പോ ഹറാമിൽപ്പെട്ടവരായിരിക്കും, ലഹരിക്ക് അടിമപ്പെട്ടവരായിരിക്കും, അശ്ലീലങ്ങൾ കണ്ടവരായിരിക്കും, അനാവശ്യങ്ങൾ സംസാരിച്ചവരായിരിക്കും, നിർബന്ധമായ നിസ്കാരം ചിലപ്പോ സാഹചര്യങ്ങൾക്ക് ഒത്തുവെച്ച് ചിലപ്പോ കൈവിടുന്നവരായിരിക്കും. അതിന്റെ പേരിലൊക്കെ ഈ നരകത്തിലെത്തിപ്പെടുന്ന ആളുകളുണ്ട്. ആ നരകത്തിലെത്തിപ്പെടുന്ന ആളുകളെ മുഴുവനും ഓരോന്നോരോന്നായി അള്ളാന്റെ മുമ്പിൽ ശഫാഅത്തിൽ അവരെ ഞാൻ സ്വർഗത്തിലെത്തിക്കും. അങ്ങനെ അവസാനത്തെ ഒരു നമ്പർ ഉണ്ടാവില്ല. എല്ലാരെയും അവിടെ ഇറക്കി അവസാനത്തെ ഒരാള്, ആ ഒരാളെയും ആ നരകത്തിൽ നിന്നിട്ട് ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ മതി എന്ന് പറയൂല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂൽ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. എന്തൊരു നേതാവാണ്, എന്തൊരു നേതാവാണ്. സ്വന്തം കാര്യം ജിന്ദാബാദ് എന്ന് പഠിപ്പിച്ചില്ല. സ്വന്തം ഞാൻ രക്ഷപ്പെട്ടാൽ മതി, ഞാൻ പോയിട്ട് സ്വർഗത്തിൽ ഉയർന്ന ജന്നത്തുൽ ഫിർദൗസിൽ എത്തിയാൽ മതി എന്ന് ചിന്തിച്ച നേതാവല്ല. അവിടുത്തെ ഉമ്മത്തീങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ട നേതാവാണ്. അവസാന സമയത്ത് പോലും ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് വിളിക്കുകയും ഞാൻ ആഖിറത്തിലെത്തുമ്പോ നഫ്സി നഫ്സി എല്ലാരും വിളിക്കുമ്പോ നമ്മുടെ മുത്ത്, നമ്മുടെ കരടായ മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ വിളിക്കുന്നല്ല ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്നാണ്. അവിടുത്തെ ആ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവന്മാരിൽ പടച്ചവർ നമ്മെ പെടുത്തട്ടെ. ഇതാണ് അഞ്ചാമത്തെ ശഫാഅത്ത്. ഇതൊക്കെ ആർക്ക് കിട്ടും? അല്ലാഹുവിന്റെ മലക്കുകളും അവർ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. സല്ലല്ലാഹു എന്നല്ല ഖുർആനിൽ പറഞ്ഞത്, സലാത്തിന് കഴിഞ്ഞെന്നല്ല, എപ്പോഴെങ്കിലും ഒന്ന് ചൊല്ലിട്ടുണ്ടാകുന്നതിനെ കുറിച്ച് പറയാനല്ല. യുസല്ലൂൻ ഇപ്പൊ പ്രസന്റ് ആണ്, ഇപ്പോഴും അവർ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ഇരുത്താതെ നോൺ സ്റ്റോപ്പ് സലാത്താണ്. ആരുടെ? നമ്മുടേതാണ്. ഇപ്പൊ കുറച്ച് ചെല്ലു, പിന്നെ മതിയായി. പിന്നെ എപ്പോഴെങ്കിലും ആ സമയമാകുമ്പോൾ വാങ്ങുമ്പോ കുറച്ച് സലാത്ത്, പിന്നെ കുറച്ച് അല്ലെ. നമ്മുടെ സലാത്ത് അങ്ങനെയാണ്, മലക്കുകളുടെയോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെയോ സ്വലാത്ത് അങ്ങനെയല്ല. അവർ നിരന്തരം യുസല്ലൂൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴോ ചെന്നതിനെ കുറിച്ച് പറഞ്ഞതുമല്ല, നിരന്തരം. അള്ളാഹയാണ് മലക്കുകൾ ഇങ്ങനെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകൾ അവരിൽ ഇങ്ങനെ സ്വലാത്തിലാണ് നമ്മോട് പറഞ്ഞു സ്വലാത്ത് ചെല്ലൂ. ലാഭം നിങ്ങൾക്ക്, എന്താ ലാഭം? അള്ളാഹിന്റെ സ്വലാത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഹബീബായ നിങ്ങളുടെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ശഫാഅത്ത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ആ വിഭാഗത്തിൽ ഞങ്ങളെയും നമ്മുടെ ഭാര്യ മക്കളും ഉപ്പ കുടുംബങ്ങളും നമ്മെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവർ നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവരെയും ആ വിഭാഗത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഇസ്ലാമില്ലാതെ സ്വർഗത്തിലെത്തിപ്പെടുന്ന ആ അവകാശങ്ങളിലും ഭാഗ്യവന്മാരും ഞങ്ങളെ നീ പെടുത്തണേ. പടച്ചോനെ ഒരുപാട് 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 ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞത് വസിയ്യത്ത് ചെയ്യുന്നവരാണ്. പലരും രോഗികളാണല്ലോ, ചെറിയ പ്രായക്കാരും ചെറിയ മക്കൾ, അല്ലാഹുവേ യുവതികൾ, പ്രായമുള്ളവർ പലരും വീടുകളിലും അതുപോലെ ഹോസ്പിറ്റലുകളിലും കിടക്കുന്നു. പടച്ചോനെ ഹയാത്തും ആരോഗ്യമുള്ള കാലത്ത് അല്ലാഹ് നമ്മുടെ പള്ളിയെ സ്നേഹിച്ചവർ, പള്ളിയുടെ ജമാഅത്തിന് ഓടി വന്നവർ, പള്ളിക്ക് വേണ്ടി സഹായങ്ങൾ ചോദിച്ചപ്പോ കൈനീട്ടിയിട്ട് തന്ന എത്രയോ ആളുകൾ ഇന്ന് ആരോഗ്യ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. നീ ശിഫാഅ നൽകണേ അല്ലാഹ്. നമ്മുടെ സദസ്സിലുള്ളവരിൽ പലരും അല്ലാഹുവേ നടുവേദന, മുട്ടുവേദന, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന, യാ അല്ലാഹ് മൂത്രത്തിൽ കല്ല്, അങ്ങനെയുള്ള അസുഖങ്ങൾ വാങ്ങിച്ച് വേജാറായവരാണ്. പടച്ചവനെ ക്യാൻസർ പോലും ഉണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആളുകൾ, യാ ഷാഫി യാ അല്ലാഹ് നീയാണ് രോഗം തന്നത്, രോഗം മാറ്റേണ്ടതും നീയാണ്. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, നീ രോഗം മാറ്റിത്തരണേ അല്ലാഹ്, ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്, പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്, വേജാറുകൾ തീർത്തു തരണേ അല്ലാഹുവേ. നമ്മുടെ പള്ളി അല്ലാഹ്, നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചവർ, നമ്മുടെ പള്ളിയിലും പള്ളിയുടെ കീഴിലുമായി പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നപ്പോ മനസ്സറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി സഹായിച്ച എത്രയോ നല്ലവരായ നാട്ടുകാരുടെ കുറച്ചോനെ, അതിനുവേണ്ടി ഓടി നടന്ന യുവാക്കളുണ്ടല്ല, അതിനു വേണ്ടി കഷ്ടപ്പെട്ട പ്രവാസികളുടെ കുറച്ചോനെ, അല്ലാഹുവേ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാർ, ഇവിടുത്തെ നല്ലവരായ ഈ മുഅ്മിനീങ്ങൾ യാ അല്ലാഹ് ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ, ഓടി നടന്നോ, കഷ്ടപ്പെട്ടോ, അവരെ മുഴുവൻ നീ സഹായിക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ട സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസികളായ മുഅ്മിനീങ്ങൾ ആഫിയത്തും ആരോഗ്യവും ദീർഘ ആയുസ്സും ഉള്ളവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർ ചെയ്യുന്ന കച്ചവടങ്ങൾ
കുടുംബങ്ങൾ, അവരുടെ ജോലി, അവരുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, നാട്ടുകാരായ ഞങ്ങൾ ചെയ്യുന്ന ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ മറ്റുള്ള എല്ലാ ഏർപ്പാടുകളിലും വലിയ ഹൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും എപ്പോഴും 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 നീ നിലനിർത്തി തരണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാബുദുൻ കത്തമല്ല വൻജാലാൻഹുൽ ഹുമൂമു ഫികായാ ബദറുൻ തജല്ലാ ഫലകൽ വസ്ഫുൽ ഹസീനു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് കുല്ലു മൻ ഫിൽ കൗനി ഹാമു ഫീക യാ ബാഹിൽ ജബീൻ വലഹു ഫീക غرام واشتياق وعنين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله